السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. ആദ്യം തന്നെ ഞാൻ എൻ്റെ റബ്ബിനോട് സ്തുതി പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൂടാതെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഒരു സദസ്സിന് മഗ്ഫിറത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒരു സദസ്സാക്കി മാറ്റിത്തരണേ നാഥ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബിസ്മില്ലാഹ്. നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിഷ മാമിനെ നൂർ സദരി എന്ന തഫ്സീർ ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫാത്തിഹ എന്ന സൂറത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിനു മുമ്പേ നമ്മൾ കുറച്ച് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞവരാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിപ്പോ ഈ ഒരു ആയത്തിലേക്ക് ഞാൻ എത്തുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ എടുക്കുന്നത് 5-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ഒരു ആയത്തിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാ നമ്മൾ ഇതുവരെ കുറച്ച് ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇതിനു മുമ്പ് നമുക്കൊന്ന് ചെറിയൊരു തിരിഞ്ഞു നോട്ടം നോക്കാം. നമ്മുടെ റബ്ബിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം റബ്ബിന് ഹംദ് പറയുന്നതിനെ കുറിച്ചിട്ടും എന്താണ് ആ ഹംദുകളിൽ അടങ്ങിയിട്ടുള്ളതെന്നും വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? അൽഹംദുലില്ലാഹ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു നമ്മൾ എത്ര നിസ്സാരരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയധികം മഹത്വങ്ങൾ നമ്മുടെ റബ്ബിന് ഉണ്ടായിട്ടും നമ്മുടെ റബ്ബിന് നമ്മോടുള്ള കാരുണ്യ വലിപ്പം നമ്മൾ മനസ്സിലാക്കി, അല്ലേ? എല്ലാ സൃഷ്ടികളിലും ഈവൻ ഒരു സൂക്ഷ്മ ജീവികളിൽ വരെ ചൊരിഞ്ഞ അള്ളാന്റെ ആ ഒരു കാരുണ്യം ഉണ്ടല്ലോ, അത് അവന്റെ 100 കാരുണ്യത്തിൽ നിന്നും ഒരു കാരുണ്യമാണ് ഈ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കും കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഒരു ഭാഗം 100-ൽ നിന്നുള്ള ഒരു ഭാഗം കാരുണ്യം കൊണ്ടാണ് ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളും പരസ്പരം കാണിക്കുന്ന കനിവുകളും സഹായങ്ങളും സ്നേഹവും, അല്ലെ? സുബ്ഹാനല്ലാഹ്. ബാക്കി 99 സ്വർഗവാസികൾക്ക് വേണ്ടി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതും നമ്മൾ പഠിച്ചു. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ വലിപ്പം കൊണ്ട് അർ-റഹ്മാൻ റഹീം എന്നുള്ള ആയത്തിലൂടെ നമ്മൾ അതും പഠിച്ചു. ഇനി ഇങ്ങനെ നമ്മുടെ റബ്ബിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും ഇങ്ങനെയൊക്കെ ജീവിക്കാനാണോ ഈ ലോകത്ത് നമ്മളെ അയച്ചത്? അല്ല, അല്ലെ? അതും നമുക്കറിയാം. നമുക്ക് നന്നായിട്ട് അറിയാം എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതിനൊക്കെ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ മാലിക്കായ റബ്ബിന്റെ അടുക്കല് മറുപടി പറയാനുള്ള ഒരു യൗമുദ്ദീൻ ഉണ്ടെന്നും കൂടി നമ്മൾ പഠിച്ചു, അല്ലെ? അങ്ങനെ ഖുർആനിലൂടെ നമ്മൾ നമ്മുടെ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മുടെ റബ്ബ് നമ്മളെ പരിചയപ്പെടുത്തി തരികയാണ്. എന്നിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മൾ പലതും ചെയ്യാനുണ്ട്, പലതും പഠിക്കാനുണ്ട്, പലതും മനസ്സിലാക്കാനുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ റബ്ബിന് വേണ്ടി അത് എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ ആയത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ആയത്ത്. നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇയ്യാക്ക ഇതിന്റെ റൂട്ട് ലെറ്റേഴ്സ് ചെറിയ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇയ്യാക്ക എന്നുള്ളത് നമുക്ക് രണ്ടാക്കാം, സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇയ്യ പ്ലസ് ക. ഇയ്യ എന്ന് പറയുന്നത് മാത്രം, ഓൺലി, മാത്രം.
ഓക്കെ. അതിന്റെ കൂടെ ക. ക എന്ന് പറയുന്നത് നീ, നിന്നെ എന്ന് ഉദ്ദേശിക്കുന്നതിനാണ് ക എന്ന് പറയുന്നത്. അത് ഇയ്യാക്കി എന്നാണെങ്കിൽ അത് ഒരു സ്ത്രീയെ ഉദ്ദേശിക്കുന്നതാവും. അത് ഇയ്യാക്കും എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങളെ എന്നുള്ള അർത്ഥം വരും. അപ്പൊ ഇവിടെ ഇയ്യാക്ക എന്ന് പറയുന്നത് റബ്ബിന് വിശേഷിപ്പിക്കുന്നത്, നിന്നെ മാത്രം ഇയ്യാക്ക. പിന്നെ വരുന്നത് നഅ്ബുദു. നഅ്ബുദു എന്നുള്ളതില് ന എന്നത് ഞങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഞങ്ങൾ എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ന എന്ന് പറയുന്നത്. ഇതിന്റെ റൂട്ട് ലെറ്റർ വരിക റൈ ബ ദാൽ. അപ്പോ അബദ, അബുദ് ഞങ്ങൾ ആരാധിക്കുക, ആരാധന എന്നുള്ളതാണ്. അതിന്റെ കൂടെ നഅ്ബുദു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. അതിനുശേഷം വാ വരുന്നുണ്ട്. ഓക്കെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക്കന. വ എന്നുള്ളത് അല്ലെങ്കിൽ ആൻഡ് എന്നർത്ഥം വരുന്നതാണ് വാ വരുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക്ക, വീണ്ടും നമ്മൾ എന്താണ് നിന്നെ മാത്രം എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. നസ്തഈൻ. നസ്തഈൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ന എന്നുള്ളത് ഞങ്ങൾ എന്നർത്ഥം വരുന്നത് ഞാൻ. അതിനുശേഷം വരുന്ന സീൻ ത എന്നുള്ളത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വാക്കിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു സീൻ ത എന്ന് വരുന്നത് നമ്മൾ ഒരു കാര്യം തേടുക അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുക, അപേക്ഷിക്കുക, ഈ ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഒരു വാക്കിന്റെ ഇടയിൽ സീൻ ത വരുന്നത്. അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗഫൂർ എന്നുള്ള ആ ഒരു വാക്കിന്റെ ഇടയിൽ സീൻ ത വരുമ്പോൾ അത് ഇസ്തിഗ്ഫാർ ആവുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെ നമ്മളത് തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ആ പാപമോചനത്തിന് തേടുക, ആ ഒരു സഹായം ചോദിക്കുന്നതാണ് ഇസ്തിഗ്ഫാർ എന്നർത്ഥം വരുന്നത്. അതുപോലെ തന്നെയാണ് തഈൻ എന്നുള്ള ആ അർത്ഥവും ഇവിടെ വരുന്നത്. അതുപോലെ ഔൻ, ഔൻ എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് അതിന്റെ ലാസ്റ്റത്തെ ഭാഗം വരുന്ന റീൻ. അത് വ എന്ന അർത്ഥം പുറമേക്ക് വരുന്നില്ലെങ്കിലും റൂട്ടിൽ അത് ഉണ്ടാവും. പക്ഷെ ആ ഔൻ എന്നുള്ളത് റീൻ ആയിട്ടാണ് നസ്തഈൻ എന്നുള്ള ആ ഒരു അർത്ഥം വരുന്നത്. അപ്പൊ നസ്തഈൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സഹായം തേടുന്നു. ഓക്കെ. ആ തേട്ടമാണ് ഇവിടെ സീൻതായടിയിൽ വന്നത്. അപ്പൊ ഞങ്ങൾ സഹായം തേടുന്നു എന്ന്. ഇനി തഫ്സീറിലേക്ക് പോകാം. നമുക്ക് നമ്മൾ ഇതുവരെ ഫാത്തിഹയില് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണങ്ങളാണ് പഠിച്ചത് അല്ലെ. ഹംദും റഹ്മാനും മാലിക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ വിശേഷണങ്ങളാണ് പഠിച്ചത്. ഈ ഒരു ആയത്തില് എന്ത് വന്നെന്നറിയോ? അല്ലാഹു വന്നു, നമ്മളും വന്നു. നമ്മൾ വന്ന് ഈ ഒരു ആയത്തില് അല്ലെ. സലഫു സാലിഹ്യങ്ങളിൽ പെട്ട ഒരു പണ്ഡിതൻ പറയുന്നതായി പറയപ്പെടുന്നത്, ഖുർആനിന്റെ മൊത്തത്തിലുള്ള രഹസ്യങ്ങള് ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഫാത്തിഹയിലെ രഹസ്യോ ഈ ഒരു ആയത്തിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാം, കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരും. ഫാത്തിഹയുടെ രഹസ്യം കിടക്കുന്നത് ഈ ഒരു ആയത്തിലാണ്. അതുപോലെ തന്നെ ഖുർആനിന്റെ ചുരുക്കം വരുന്നത് ഫാത്തിഹയിലും. ആ ഫാത്തിഹയില് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ കാര്യങ്ങളും ചുരുക്കി വെച്ചത് എവിടെയാണ്? അൽഹംദുലിലാണ്. ഓക്കെ. എല്ലാം മൊത്തം ചുരുക്കി ഒരു അൽഹംദുലില്ലാ. ആ ഹംദ് നമ്മൾ നന്നായിട്ട് പഠിച്ചു. അള്ളാഹുവിന്റെ ആ ഹംദ് നന്നായിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ ഫാത്തിഹയിലൂടെ നമ്മൾ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും അടിമ അല്ലെങ്കിൽ അബ്ദ് എന്ന നിലയിൽ നമ്മൾ റബ്ബിനെ സ്തുതിക്കുകയാണ് അല്ലെ. നമ്മൾ ആദ്യം തന്നെ റബ്ബിനെ സ്തുതിക്കുകയാണ്, എന്നിട്ട് റബ്ബിനെ വാഴ്ത്തുകയാണ്. റബ്ബിന്റെ കഴിവുകളും റബ്ബിന്റെ സ്ഥാനങ്ങളും എല്ലാം നമ്മൾ അതിലൂടെ അള്ളാഹുവിനോട് തന്നെ, അള്ളാഹു സുബ്ഹാനഹു തആലയോട് തന്നെ വിശേഷിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ റബ്ബിന് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. നമ്മളെ തന്നെ നമ്മൾ ഒരാള് നമ്മളില്ലാത്ത കാര്യങ്ങളല്ല, നമ്മുടെ ഇല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വാഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തൃപ്തിപ്പെടുത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവൂലേ. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മളും എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ റബ്ബിനും തിരിച്ച് ഇങ്ങോട്ട് തരാതിരിക്കാൻ റബ്ബിന് പറ്റൂല. റബ്ബിനത് ലജ്ജയാണ്.
അപ്പൊ നമ്മുടെ റബ്ബ് എന്താ ചെയ്യാ? റബ്ബ് പറയും എന്റെ അടിമ എന്നെ സ്തുതിക്കുന്നുണ്ട്, എന്നെ വാഴ്ത്തുന്നുണ്ട്. അപ്പൊ എന്റെ റബ്ബ്, എന്റെ അടിമ എന്നോട് ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കും, ഞാൻ തരും. എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ എന്റെ അടിമക്ക് തരും. സുബ്ഹാനല്ലാഹ്. എന്ന് അടിമ ചോദിക്കാൻ, ആ തേടലാണ്, ആ ചോദിക്കലാണ് ഈ ആയത്തിലെ രഹസ്യം. മനസ്സിലായോ? ഈ ആയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നു, ഇത്രയൊക്കെ എന്നെ സ്തുതിക്കും, എന്നെ വാഴ്ത്തിയും എന്റെ ഗുണങ്ങൾ പറയുന്ന എന്റെ അടിമ എന്നോട് ചോദിക്ക്, ഞാൻ തരാം, ഞാൻ തന്നോളാം. ആ ഒരു രഹസ്യത്തിന്റെ കെട്ടാണ് നമ്മൾ ഈ പഴിക്കാൻ പോകുന്നത്. റിബാദ് അല്ലെങ്കിൽ റിബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധന, അല്ലെ? അപ്പൊ ഈ ആരാധന എന്നുള്ളത്, ആരാധന എന്ന് പറയുന്ന ഈ റിബാദ് എങ്ങനെയുള്ളതായിരിക്കണം? ശരിക്കും നമ്മളൊരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആംഗ്യത്തിലൂടെയുള്ള ഒരു പ്രവൃത്തി കൊണ്ടോ മാത്രം കേവലം ഒരു ആരാധന ആവോ? അങ്ങനെയല്ല ആരാധന. ശരിക്കും എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇബാദത്ത്? നമ്മുടെ ഇബാദത്ത് എന്ന് പറയുന്നത് ഏറ്റവും വിനയത്തോടെ, ഏറ്റവും വിനയത്തോടെ, ഏതറ്റം വരെ നമുക്ക് താഴാൻ പറ്റുമോ, എത്ര അറ്റം വരെ, ഏ ആ ആരാധനയിൽ ആ താഴ്മ കാണിക്കുന്നതും ആ വിനയം കാണിക്കുന്നതിനോടൊപ്പം നമ്മൾ നമ്മുടെ റബ്ബിന്റെ ഹംദ്, നമ്മുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണം. യൗമുദ്ദീനിന്റെ മാലിക്കിനെ മനസ്സിലാക്കണം. കാരുണ്യം ചൊരിഞ്ഞു തരുന്ന റബ്ബിന്റെ ആ ഒരു ലെവല് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മളുടെ നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കി ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ടുള്ള ആരാധന. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആരാധനയാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ട ആരാധന. ഒരു മിനിറ്റ്. ഓക്കെ, ബിസ്മില്ലാ. അപ്പോ നമ്മൾ നമ്മുടെ റബ്ബിന് എങ്ങനെയുള്ള ആരാധന കൊടുക്കണം? അങ്ങേയറ്റം താഴ്മയോട് കൂടിയിട്ടുള്ള ആരാധനയിലായിരിക്കണം നമ്മുടെ റബ്ബിനെ നമ്മൾ വാഴ്ത്തേണ്ടത്. ആ ആരാധനയാണ് നമ്മുടെ റബ്ബിന് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവുകേടിനെ കുറിച്ചിട്ട്, പ്രപഞ്ചനാഥന്റെ കഴിവുകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങാം. നമ്മൾ കഴിവുള്ളവരൊന്നും അല്ല, നമ്മൾ എത്രയോ താഴേക്കടയിൽ നിൽക്കുന്നവരാണ്. നമുക്കുള്ള ആ ഒരു ചെറിയ കഴിവുകൾ വെച്ചിട്ട് നമ്മൾ ഭയങ്കരാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് അഹങ്കാരങ്ങൾ വരുന്നത്. നമ്മൾ ശരിയെന്ന് തോന്നിയിട്ട് ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട്. അത് നമുക്ക് ശരിയെന്ന് തോന്നാം. പക്ഷേ നമ്മൾ നമ്മുടെ റബ്ബുമായിട്ട് അടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ശരികള് ശരിയല്ല. അത് ഒരുപാട് തെറ്റുകളുണ്ട്, തിരുത്താനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ റബ്ബിന്റെ മുന്നിൽ ഒന്നുമല്ല, ഒന്നുമല്ല. നമ്മൾ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ ഒരു ആളുമല്ല, ഒരു വിലയുമില്ല. എന്നിട്ടും നമ്മൾ നമ്മുടെ റബ്ബിനെ വിളിച്ചാൽ റബ്ബ് കേട്ടോളാം എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ റബ്ബ് സുബ്ഹാനഹു തആല എത്ര വലിയ പ്രപഞ്ചമാണ് നിയന്ത്രിക്കുന്നത്. എത്ര വലിയ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈ റബ്ബ് ഇത്തിരി പോന്ന നമ്മളെ എത്ര സ്നേഹിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ നമ്മളോട് എന്നോട് ചോദിച്ചോ, നമ്മൾ ആരാ, നമ്മൾ എത്ര ചെറുതാ, എത്ര കഴിവുള്ള ആളാ നമ്മുടെ റബ്ബ്. ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണം. ഈ ഫാത്തിഹ എന്ന സൂറത്ത് നമുക്ക് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് വരണം. ഇങ്ങനെയുള്ള വിനയത്തോടു കൂടി റബ്ബിനോട് സഹായം ചോദിച്ചാല് നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും. പക്ഷെ എന്ന് വിചാരിച്ച് ഇത് ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാം ആയി. നമ്മളെ റബ്ബിനോട് നല്ല താഴ്മയോടുകൂടി ചോദിച്ച് എന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് അനങ്ങാതിരിക്കും.
അനങ്ങാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വീണ്ടും 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 നമ്മളുടെ തെറ്റുകൾ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്ത കുറെ തെറ്റുകൾ നമുക്ക് തെറ്റായിട്ട് തോന്നും. ഓക്കെ, നമുക്ക് ഒരുപാട് തെറ്റുകൾ തോന്നും. നമ്മുടെ ഒരുപാട് സ്വഭാവങ്ങൾ നമ്മളുടെ റബ്ബുമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ റബ്ബിന് തന്നെ മുൻനിർത്തി കൊടുക്കണം. കാരണം നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളല്ല നിരത്തി കൊടുക്കേണ്ടത്. ഇപ്പൊ എനിക്ക് എൻ്റെ റബ്ബ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ആ അനുഗ്രഹങ്ങൾ തന്നെ ഞാൻ എൻ്റെ റബ്ബിനോട് നിരത്തി കൊടുക്കണം. എന്നിട്ട് വേണം എൻ്റെ റബ്ബിനോട് സഹായം തേടാൻ. ഓരോ യാചനയിലും, റബ്ബിനോടുള്ള ഓരോ യാചനയിലും നമ്മൾ സീറോയിലുള്ളവരായിട്ട് തുടങ്ങണം. ഓരോ യാചനയിലും നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ നല്ലോണം ചോദിച്ചല്ലോ, ഇതിനു മുന്നേ നമുക്ക് നല്ലോണം നമ്മൾ ഭയങ്കരമായിട്ട് ചോദിച്ചില്ലേ? അല്ല, അങ്ങനെയല്ല. ഓരോ യാചനയിലും നമ്മൾ ഒന്നും ചോദിക്കാത്തവരാണ്. ഇനിയും ചോദിക്കണം. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ റബ്ബിനോടുള്ള നമ്മുടെ ഇബാദത്ത്. ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആരാധന. ഇനിയുള്ളത് നമ്മള് ആർക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയാന്ന്? ഈ ഭൂമി ലോകത്തുള്ള ആർക്കോ വേണ്ടിയാണോ? അല്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണ്? ആ ഉടമസ്ഥന് വേണ്ടി നമ്മുടെ ഹൃദയവും. ഒരു മിനിറ്റ്, സോറി. ആ റബ്ബിന് വേണ്ടി നമ്മൾ നന്നായി നമ്മുടെ ശരീരാവട്ടെ, നമ്മുടെ മനസ്സാവട്ടെ, നമ്മുടെ സ്വഭാവമാവട്ടെ എല്ലാം നന്നായി മെരുക്കി കൊടുക്കണം നമ്മുടെ റബ്ബിന്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇനി എങ്ങനെ എൻ്റെ റബ്ബുമായി എടുക്കണം, ഇനി എങ്ങനെ എൻ്റെ റബ്ബുമായിട്ട് എടുക്കണം എന്ന് ചിന്തിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക വേറൊരു കാര്യം, എൻ്റെ റബ്ബ് അല്ലെങ്കിൽ നമ്മുടെ റബ്ബ് റഹ്മാനാണ്, റഹീമാണ്. അതുകൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഒന്നും നമ്മുടെ റബ്ബ് തരൂല. നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം റബ്ബ് തരൂല. നമ്മൾ ചോദിച്ച് വാങ്ങരുത്. നമ്മൾ ഒരിക്കലും ചോദിച്ചു വാങ്ങണ്ട. കാരണം താങ്ങാനുള്ളത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞിട്ട് ആശ്വാസം കിട്ടാൻ ഒരുപാടുണ്ട് നമുക്കുണ്ട്. അതുകൊണ്ട് ഇനി അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചോദിച്ചു വാങ്ങണ്ട. അപ്പൊ അത്രയും നമ്മൾ നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ബെറ്റർ ആവാൻ നോക്കുക. കാരണം യൗമുദ്ദീന്റെ ഒരു ദിവസം വരാനുണ്ട്. നമ്മൾ പഠിച്ച മാലിക് യൗമുദ്ദീൻ, ആ ദിവസം വരാനുണ്ട്. അന്ന് അള്ളാഹുവിനോട് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ചെയ്യാനുള്ളതും കിട്ടാനുള്ളതും വാങ്ങാനുള്ളതും പൊറുക്കാനുള്ളതും എല്ലാം ഇപ്പൊ ചോദിക്കണം. ഈ നിമിഷം നമുക്കുണ്ട് അല്ലെ? ഈ നിമിഷം നമ്മുടെ കയ്യിലുണ്ട്. അത് നാളത്തെ നിമിഷം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള ആ ഒരു നിമിഷം തന്നെ നമ്മുടെ റബ്ബിനോട് നന്നായി ചോദിക്കാം. അതുകൊണ്ട് നമ്മുടെ ഈ ഇയ്യാക നഅ്ബുദു എന്നതിന് അതിഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതിഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ഈ ഇയ്യാക നഅ്ബുദു എന്നുള്ളതിനുണ്ട്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ മുഖം അല്ലെ? നമ്മൾ ഐഡന്റിഫൈ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് എല്ലാം നമ്മുടെ മുഖത്താണ് അല്ലെ? നമ്മുടെ മുഖമാണ് മറ്റുള്ളവർക്ക് തൃപ്തിപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ. ആ മുഖത്തെയാണ് നമ്മൾ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ റബ്ബിന് താഴ്മ കാണിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റബ്ബിന് താഴ്മ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മുഖം അമർത്തി വെക്കുന്നത് നമ്മുടെ റബ്ബിന്റെ മുന്നിലേക്ക്. മുഖം മാത്രല്ല, പല അവയവങ്ങളെയും. പക്ഷെ ഈ മുഖത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനെ അടിയറവ് വെക്കുകയാണ്. അള്ളാഹുവിന് മാത്രം ഇയ്യാക നഅ്ബുദു, അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ ഏത് ഇയ്യാക നസ്തഈൻ, ഇങ്ങനെ സഹായം ചോദിക്കുക. അപ്പോ റിബാദ് എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തൊക്കെ നമ്മളോട് നമ്മുടെ റബ്ബ് ചെയ്യണം എന്ന് പറഞ്ഞോ അതൊക്കെ നമ്മൾ ചെയ്യാം. എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞോ അതൊക്കെ ചെയ്യാതിരിക്കുക. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അല്ലെ? ശരിക്കും നമ്മളെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയോ?
റബ്ബ് ചെയ്യണ്ട എന്ന് പറഞ്ഞിടത്തൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യാതിരിക്കാനൊക്കെ നമ്മുടെ മനസ്സിന് പറ്റോ? നമ്മുടെ നമ്മുടെ ഈ ഒരു എന്തും നമുക്കത് പറ്റോ? എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരും അല്ലേ? അതിനാണ് ഈ ആയത്തിന്റെ അടുത്ത ഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്ത്? ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഓക്കെ, നിന്നോട് മാത്രം സഹായം തേടുന്നു. ആദ്യത്തത് നിന്നെ മാത്രം ആരാധിക്കുന്നു. ഇപ്പം പറയുന്നത് ആരാധിക്കുന്നതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിന്നോട് മാത്രം സഹായം തേടുന്നു. അതാണ് റബ്ബ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അനുസരിക്കാനാണ്. നമുക്ക് നമ്മുടെ റബ്ബിനെ അനുസരിക്കാൻ അറിയാം, അനുസരിക്കാൻ എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ? നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ വളരെ വീക്കായ ആൾക്കാരാണ്. നമ്മുടെ ഈമാനൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും ഈമാനിന്. എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഈമാൻ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനൊന്നും പറ്റില്ല, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? അതിനുള്ള സഹായം വേണം അല്ലേ? അതിനുള്ള സഹായം നമുക്ക് വേണം. അത് നമ്മുടെ റബ്ബിനോട് ചോദിക്കണം, റബ്ബേ അതിനുള്ള സഹായം വേണം റബ്ബേ. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള സഹായമൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് നമ്മുടെ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നമുക്ക് നിസ്കരിക്കാൻ തോന്നും. അത് നമ്മുടെ റബ്ബിനോട് ചോദിക്കണം. റബ്ബേ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ, നിന്നെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് സഹായം തേടിയ വേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട്, നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് വർത്താനം പറയുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ഒരുപാട് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, അതൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കും, നല്ല ഉറക്കിലായിരിക്കും. അപ്പോഴൊക്കെ ആയിരിക്കും ഇബാദത്ത് ചെയ്യേണ്ട ഓരോ സമയങ്ങളൊക്കെ വരുന്നത്. അപ്പൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒരുപാട് പ്രയാസമായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഇയ്യാക നസ്തഈൻ, അള്ളാഹിനോട് സഹായം തേടാൻ. ഏതവസ്ഥയിലും ഈമാൻ കുറയുന്നു എന്ന് തോന്നുമ്പോഴും, നാവിന് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴും, നമുക്ക് ക്ഷമ കാണിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്തും, ദിക്ർ കൊണ്ട് നാവിനെ നനക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്തും, ഇനി ഇവിടെ ആത്മാർത്ഥമായിട്ടൊന്ന് നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യാനുള്ള ആ ഒരു സമയത്തിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഒരു ബുദ്ധിമുട്ടുന്ന സമയത്തായാലും, നമ്മുടെ മക്കളെ കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റാത്ത സമയം, ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഈ ദുനിയാവിലെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന എന്തും ഇബാദത്താണ്. ഈ ഇബാദത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ റബ്ബിനോട് സഹായം തേടുക. എങ്ങനാ? യാ അല്ലാ, നീ എനിക്ക് എല്ലാറ്റിനുള്ള കഴിവ് താ അല്ലാ, എളുപ്പം താ അല്ലാ, നീ എന്നെ സഹായിക്കല്ല, നീ എനിക്ക് ധൈര്യം താ അല്ലാ, ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞാൻ സഹായം തേടുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു റബ്ബേ. അപ്പോ ഇബാദത്ത് എന്ന് പറയുന്നത് വെറും നോമ്പും നിസ്കാരവും മാത്രമാണോ? അല്ല. നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ, ഈവൻ ചിന്ത എന്ന് പറഞ്ഞാൽ നല്ലതായ ചിന്തകൾ, മോശം ചിന്തകളല്ല, നല്ലതായ ചിന്തകൾ പോലും ഇബാദത്താണ്. അപ്പോ നമ്മൾ ഈ ഒരു നമസ്കാരത്തിലൊക്കെ ചെല്ലുന്ന ഈ ഫാത്തിഹയിൽ വരുന്ന ഓരോ ആയത്തിന്റെ അർത്ഥം നോക്കിയാട്ടെ. നമ്മൾ ഓരോന്നും ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആയത്ത് ചെല്ലുമ്പോ നമ്മൾ മനസ്സിലേക്ക് അത് വരണം. അത് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ എന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളോടല്ല, ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ കൈകെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് ഓരോന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ ചിന്തയിൽ പോയി കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെല്ലുന്ന ഈ ഒരു പ്രാർത്ഥന, ഇയ്യാക നസ്തഈൻ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറ്റും. കാരണം ഇന്ന് ഈ ക്ലാസ് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള സമയം എനിക്ക് കിട്ടുമോന്ന് ഞാൻ 2-3 ദിവസം മുന്നേ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലി പറയുന്നത്, എനിക്കിന്ന് ഗസ്റ്റാ വന്നത്. അതിനുള്ള കാരണം കൂടി പറഞ്ഞു. എൻ്റെ മോന്, ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ ആ ഒരു സഹായത്തിന്റെ വലിപ്പം ഞാൻ ഇപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ മോന്
ഗൾഫിൽ നിന്ന് ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടില്ല നാട്ടിലേക്ക് വന്നിട്ട്. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് എൻ്റെ മോൻ വന്നതേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ മോൻ്റെ ആ ഒരു കാര്യത്തിലും അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടിലൂടെ നീങ്ങുന്ന സമയത്തും ഈ ഒരു ക്ലാസ് എനിക്ക് എടുക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, കാരണം ഈ ഒരു ഇയ്യാക്കന അബുദുവ ഇയ്യാക്കന നസ്തഈൻ എന്നുള്ള ഈ ഒരു ആയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇത് അള്ളാഹിനോട് ചോദിക്കേണ്ട എനിക്ക് പറ്റിയ ഒരായത്ത സുബ്ഹാനല്ലാ. കാരണം ഏതൊരു അനുകൂലമല്ലാത്ത സാഹചര്യം വന്നാലും ഇയ്യാക നസ്തഈൻ അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് ആ ഒരു സഹായം നമുക്ക് തരും എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ തയ്യാറായത്. വേറൊന്നുമല്ല, എൻ്റെ റബ്ബിനോട്. കാരണം എനിക്ക് മാച്ച് ചെയ്തൊരായത്തായിരുന്നു ഇത്. ഈ ഒരു മൈൻഡിലേക്ക് ഞാനും നിങ്ങളും വരുത്തിക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ റബ്ബിനോട് സഹായം തേടുമ്പോൾ എൻ്റെ റബ്ബ് അതിനുള്ളൊരു വഴി ഒരുക്കി തരും. ഇന്ന് എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, റബ്ബേ, ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയത്താണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. എൻ്റെ റബ്ബ്, എനിക്ക് നീ ഒരു വഴി എത്തിച്ചു തരണേ, എനിക്ക് ക്ലാസ് എടുക്കണം, എന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല അവര് ഇപ്പോ ഈ ക്ലാസ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേ വന്ന ഗസ്റ്റ് ഇറങ്ങി. അൽഹംദുലില്ലാ, എനിക്ക് അൽഹംദുലില്ലാ പറയണം. നമ്മൾ എന്ത് കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ റബ്ബിനോട് പറയുമ്പോൾ അത് നമ്മുടെ റബ്ബ് എന്തായാലും റബ്ബിന്റെ ഹിക്മത്തോടു കൂടി നമുക്ക് ചെയ്തു തരും. ഉറപ്പ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ആർക്കും ഇല്ലാത്തതായിട്ടുണ്ടാവില്ല. ഒരുപാട് ആൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് റബ്ബന്നെയാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് നമ്മളായിട്ടല്ലാലും ഉണ്ടാക്കിയത് ഈ ആയത്ത്. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ പറയ്, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, ഇയ്യാക നസ്തഈൻ, വേറെ ആരും വേണ്ട, അടുത്ത റബ്ബുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്നെ പറഞ്ഞറിയില്ലേന്ന്, പറഞ്ഞോ, എന്റെ സഹായം എന്താന്ന് ചോദിച്ചോ, ഞാൻ തന്നോളാം. ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എത്ര നല്ലൊരു ആയത്തല്ലേ. എത്ര റബ്ബ് പറയുന്നു, എന്റെ അടിമയോട് പറ, ഞാൻ അടുത്തുണ്ട്, ചോദിച്ചോ, ഞാനില്ലേ, ലാ തഹ്സൻ, ദുഃഖിക്കൊന്നും വേണ്ട, അല്ലാഹു മാന, അതുണ്ട് കൂടെ. ഇതൊക്കെ നമുക്ക് എത്ര സമാധാനം തരുന്ന വാക്കാ. എത്ര ഒരു നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് എളുപ്പം തരൂലേ. പേടിക്കണ്ടെന്നല്ല പറയുന്നത്. അത്രയും അള്ളാന്റെ അടിമകൾ അള്ള സ്നേഹിക്കുന്നുണ്ട്. അത്രയും കാരുണ്യം കൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ റബ്ബിനോട് നന്ദി കാണിക്കണം, അല്ലെ. ലഇൻ ശകർതും ലഅസീദന്നകും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ റബ്ബിനോട് നമ്മൾ നന്ദി കാണിക്കണം. നമ്മുടെ റബ്ബ് അനുഗ്രഹങ്ങൾ തരും. ഉറപ്പ്. നമ്മുടെ റബ്ബിന്റെ സഹായം നമ്മൾ എന്തായാലും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ആ ഒരു ആത്മീയപരമായ ചിന്തയിലേക്ക് പോകുന്നെങ്കിൽ നമ്മളെ റബ്ബിന്റെ സഹായം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, അനുഭവിക്കാത്തവരെ ഒരാളും ഇല്ല. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയരുത്. നമ്മളിങ്ങനെ അള്ളാഹിനോട് ഒരുപാട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയരുത്. കാരണം നമ്മൾ ഓരോ അമലിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്നുണ്ട്. എവിടെയും നഷ്ടപ്പെടില്ല. നമ്മൾ നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്ന ഓരോ അപേക്ഷ, അല്ലെങ്കിൽ ഓരോ അപേക്ഷ തന്നെ ആട്ടെ, ഒരു അപേക്ഷ വെറുതെ ആവൂല. നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലാ തരുന്നത്. ഈ ദുനിയാവിലുള്ളത് പോലെ നമ്മൾ ചെയ്ത എഫേർട്ട് ഒന്നും ആരും കാണൂല. എന്നിട്ട് റിസൾട്ടിന് മാത്രം വെയിറ്റ് ചെയ്യും. അതല്ല നമ്മുടെ റബ്ബിന്റെ അടുക്കലുള്ളത്. നമ്മുടെ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഏത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും നമ്മൾ റബ്ബിന് വേണ്ടി നമ്മുടെ ടൈം കാണുന്നു, അതിനൊക്കെ നമ്മുടെ റബ്ബ് പ്രതിഫലം തരും. ഇനി നമ്മുടെ മുന്നിൽ നമ്മൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നത് നമ്മൾ വെറുക്കപ്പെട്ട ഒരു കാര്യമായിരിക്കും. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഹൈറായിട്ടാ തരുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ റബ്ബിനോട് സഹായം തേടുന്നത് ഒരിക്കലും നിർത്തരുത്. അത് നമുക്കറിയില്ല നമ്മൾക്ക് വരുന്ന കാര്യം അത് നമുക്ക് ഷെറാണോ ഹൈറാണോ നമുക്കറിയില്ല. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തരൂല. അത്രയും അള്ളാഹ്ക്ക് നമ്മളോട് എല്ലാവരോടും സ്നേഹാണ്. ഇങ്ങനെയുള്ള നമ്മുടെ റബ്ബിന്റെ കഴിവുകളുടെ മുന്നിൽ നമ്മുടെ റബ്ബിന്റെ കഴിവുകൾ നമ്മൾ തന്നെ നിരത്തി നിരത്തി പറയണം.
ഓക്കെ, നമ്മുടെ ഫാത്തിഹ ഓതുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ റബ്ബിന്റെ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കണം. അത് ഈ ഒരു ഫാത്തിഹയിലൂടെ, നമ്മുടെ ആയിഷ മാമിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ, ഈ ഫാത്തിഹ എന്ന ഈ ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ, നമുക്ക് ആ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആ ചിന്തകളിലേക്ക് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആരുമല്ല, ഒരു ഉറുമ്പിന്റെ വലിപ്പം പോലും, അതിന്റെ കഴിവ് പോലും ഇല്ലാത്ത ആൾക്കാരാന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് നമ്മുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളുടെ വലിപ്പം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അത്തരക്കാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. കാരണം നമ്മൾക്ക് ഒരു കഴിവുമില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ റബ്ബ് തരുന്ന കഴിവ്, ആ ഒരു കഴിവിന് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും ഈ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ മഹത്വം കൊണ്ട് നാഥ നീ നമുക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. ആത്മാർത്ഥമായി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ മാസത്തെ ഉപയോഗപ്പെടുത്താം നമുക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് ചൊരിയണേ നാഥ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.